എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആരാണ് ആനന്ദകൽപദ്രുമം എഴുതിയത്? ആരാണ് ആനന്ദകൽപദ്രുമം എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദകൽപദ്രുമം എഴുതിയത്. ആരാണ് ആനന്ദ ഗുരുഗീത എഴുതിയത്? ആരാണ് ആനന്ദ ഗുരുഗീത എഴുതിയത്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആനന്ദ ഗുരുഗീത എഴുതിയത്. ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? ആരിൽ നിന്നാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്? തൈക്കാടയ്യ. തൈക്കാടയ്യയിൽ നിന്നുമാണ് ചട്ടമ്പി സ്വാമികൾ ഹഠയോഗം സ്വായത്തമാക്കിയത്. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ബാല്യകാല നാമമാണ് കുമാരു. ആരുടെ ശ്രമഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്? ചാവറയച്ചൻ. ചാവറയച്ചൻ്റെ ശ്രമഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം നൽകി തുടങ്ങിയത്. ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? ആരുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ. ആരുടെ യഥാർത്ഥ പേരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ? ആരുടെ യഥാർത്ഥ പേരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ? ദലൈലാമ. ദലൈലാമയുടെ യഥാർത്ഥ പേരാണ് ടെൻസിൻ ഗ്യാറ്റ്സോ. ആരുടെ ജനനസ്ഥലമാണ് പാട്യം? ആരുടെ ജനനസ്ഥലമാണ് പാട്യം? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ജനനസ്ഥലമാണ് പാട്യം. ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? ആരുടെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിൻ്റെ ജന്മഗൃഹമാണ് നെടുങ്ങോട്ട് വീട്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ? ഋഗ്വേദം. ഋഗ്വേദമാണ് യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ. ആരെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂൺ ഡൽഹി സിംഹാസനം വീണ്ടെടുത്തത്? ഇസ്ലാം ഷാ. ഇസ്ലാം ഷായെ പരാജയപ്പെടുത്തിയാണ് ഹുമയൂൺ ഡൽഹി സിംഹാസനം വീണ്ടെടുത്തത്. ആരെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്? മഹാകവി ടാഗോർ. മഹാകവി ടാഗോറിനെ പ്രകീർത്തിച്ചാണ് കുമാരനാശാൻ ദിവ്യകോകിലം രചിച്ചത്. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ്? ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ് എൽക്ക് ക്ലോണർ. എൽക്ക് ക്ലോണറാണ് ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ വൈറസ്. ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്? ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ് കാബിർ. കാബിറാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ വൈറസ്. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ? ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ അൾട്ടയർ. അൾട്ടയറാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെയാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെയാണ്? പയ്യാമ്പലം. പയ്യാമ്പലത്താണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? ആരുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്? സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ജന്മഗൃഹമാണ് കൂടില്ല വീട്. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവാണ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അന്തരിച്ച നവോത്ഥാന നായകൻ. ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ്? ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ് AK ഗോപാലൻ. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത നേതാവ്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത്? ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത് പോണ്ടിച്ചേരി. പോണ്ടിച്ചേരി ആയിരുന്നു ഇന്ത്യയിൽ ഫ്രഞ്ചുകാരുടെ ഏറ്റവും വലിയ സെറ്റിൽമെൻ്റ് ആയിരുന്നത്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് രൂപം കൊണ്ട വർഷം? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് രൂപം കൊണ്ട വർഷം 1962. 1962 ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് രൂപം കൊണ്ടത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച വർഷം? കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ച വർഷം
1805. 1805 കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത്. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ. കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ അപ്ലിങ്ക്. അപ്ലിങ്ക് എന്നാണ് കൃത്രിമോപഗ്രഹത്തിലേക്ക് ഡാറ്റ അയക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയുടെ പേര് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് എന്നാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ അറിയപ്പെടുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ഉപകരണങ്ങൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പൊതുവായുള്ള പേര് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ഉപകരണങ്ങൾക്കും അനുബന്ധ സാമഗ്രികൾക്കും പൊതുവായുള്ള പേര്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡിൻ്റെ പേര്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡിൻ്റെ പേര് മദർ ബോർഡ്. മദർ ബോർഡ് എന്നാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സിസ്റ്റം ബോർഡിൻ്റെ പേര്. ഷൺമുഖദാസൻ എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഷൺമുഖദാസൻ എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്നുമറിയപ്പെട്ട നവോത്ഥാന നായകൻ. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം. ഷീ ടാക്സി പദ്ധതി ആരംഭിച്ച വർഷം 2013. 2013 ഷീ ടാക്സി പദ്ധതി ആരംഭിച്ചത്. സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേര്. സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേര് പുള്ളുവൻ പാട്ട്. പുള്ളുവൻ പാട്ട് എന്നാണ് സർപ്പപ്പാട്ടിൻ്റെ മറ്റൊരു പേര്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായി 1913 ആരംഭിച്ചത്. സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആണ് സാക്ഷരതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കേരളത്തിലെ നവോത്ഥാന നായകൻ. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ചെയ്തത്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ചെയ്തത് ബെൻ കിങ്സ്ലി. ബെൻ കിങ്സ്ലിയാണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം ചെയ്തത്. സിദ്ധാന്ത ശിരോമണി രചിച്ചതാര്? സിദ്ധാന്ത ശിരോമണി രചിച്ചത് ഭാസ്കരാചാര്യ. ഭാസ്കരാചാര്യയാണ് സിദ്ധാന്ത ശിരോമണി രചിച്ചത്. സുബ്രഹ്മണ്യ ശതകവും ശങ്കര ശതകവും ഏത് കവിയുടെ ആദ്യകാല രചനകളാണ്? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ആദ്യകാല രചനകളാണ് സുബ്രഹ്മണ്യ ശതകവും ശങ്കര ശതകവും. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്. സ്ത്രീധന വിരുദ്ധ ദിനം. സ്ത്രീധന വിരുദ്ധ ദിനം നവംബർ 26. നവംബർ 26 സ്ത്രീധന വിരുദ്ധ ദിനം. സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം അയർലാൻഡ്. അയർലൻഡിലാണ് സ്വാമി വിവേകാനന്ദൻ്റെ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ജനിച്ച രാജ്യം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത് വിനോബ ഭാവെ. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹ സമയത്ത് നിരീക്ഷകനായി എത്തിയത്. ഇൻ്റർനെറ്റിൽ നിന്ന് ഉപയോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ ഡൗൺലോഡിംഗ്. ഡൗൺലോഡിംഗ് എന്നാണ് ഇൻ്റർനെറ്റിൽ നിന്ന് ഉപഭോക്താവിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് പിറവിയെടുത്തപ്പോൾ രാജാവ്. ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് പിറവിയെടുത്തപ്പോൾ രാജാവ് ഹെൻറി ഒന്നാമൻ. ഹെൻറി ഒന്നാമനായിരുന്നു ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റ് പിറവിയെടുത്തപ്പോൾ രാജാവ്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത്. ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത് അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠറാണ് ഊഴിയ വേലയ്ക്കെതിരെ സമരം നയിച്ചത്. ഏതു വർഷമായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര? ഏതു വർഷമായിരുന്നു വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര? 1931. 1931 വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യാചനായാത്ര. എത്ര ദിവസം കൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്? എത്ര ദിവസം കൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്? 38. 38 ദിവസം കൊണ്ടാണ് വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്. എന്താണ് ചെയ്യേണ്ടതെന്നത് സംബന്ധിച്ച നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാം സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ ആണ് എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച നിർദ്ദേശം കമ്പ്യൂട്ടറിന് നൽകുന്ന പ്രോഗ്രാം. എം എസ് വേർഡിൽ ലഭ്യമായ ഡീഫോൾട്ട് ഫോണ്ട്. എം എസ് വേർഡിൽ ലഭ്യമായ ഡീഫോൾട്ട് ഫോണ്ട് ടൈംസ് ന്യൂ റോമൻ. ടൈംസ് ന്യൂ റോമൻ ആണ് എം എസ് വേർഡിൽ ലഭ്യമായ ഡീഫോൾട്ട് ഫോണ്ട്.
ഏത് നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്? മൈസൂർ. മൈസൂർ നാട്ടുരാജ്യത്തെ സർക്കാർ സർവീസിലാണ് ഡോക്ടർ പൽപു സേവനമനുഷ്ഠിച്ചത്. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപുവിൻ്റെ മകനാണ് നടരാജഗുരു. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്? മലയാളം. മലയാളത്തിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്. ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? ഏത് സംഘടനയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭയാണ് ഉണ്ണി നമ്പൂതിരി എന്ന പ്രസിദ്ധീകരണം പുറത്തിറക്കിയത്. ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? ഏത് സംഘടനയുടെ മുഖപത്രമാണ് യോഗനാഥം? SNDP യോഗം. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ് യോഗനാഥം. ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? ഏത് സംഘടനയുടെ മുഖപത്രമാണ് സർവീസ്? NSS. NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. ഏത് തൊഴിലിലാണ് മന്നത്ത് പത്മനാഭൻ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്? അധ്യാപനം. അധ്യാപനത്തിലാണ് മന്നത്ത് പത്മനാഭൻ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്? കാക്കിനഡ. കാക്കിനഡ കോൺഗ്രസ് സമ്മേളനത്തിലാണ് TK മാധവൻ വൈക്കം സത്യാഗ്രഹം സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? വക്കം മൗലവിയുടെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലാണ് വക്കം മൗലവിയുടെ ജന്മസ്ഥലം. ഓരോ പള്ളിക്കൊപ്പവും ഒരു പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവ്? ചാവറയച്ചൻ. ചാവറയച്ചനാണ് ഓരോ പള്ളിക്കൊപ്പവും ഓരോ പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹിക പരിഷ്കർത്താവ്. വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് വിവാദമായ വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വിമോചന സമരകാലത്ത് ജീവശിഖാജാഥ നയിച്ചത്? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് വിമോചന സമരകാലത്ത് ജീവശിഖാജാഥ നയിച്ചത്. വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖാജാഥ ആരംഭിച്ച സ്ഥലം? അങ്കമാലി. അങ്കമാലിയിൽ വെച്ചാണ് വിമോചന സമരകാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ ജീവശിഖാജാഥ ആരംഭിച്ചത്. കല്ലുമാല സമരം നയിച്ചത്? കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നയിച്ചത്. കവി തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത്? കവി തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത് കൊച്ചി രാജാവ്. കൊച്ചി രാജാവാണ് കവി തിലകൻ എന്ന ബഹുമതി പണ്ഡിറ്റ് കറുപ്പന് നൽകിയത്. ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരി തീർത്ഥാടനത്തിന് പോകുന്നവർക്ക് മഞ്ഞ വസ്ത്രം നിർദ്ദേശിച്ചത്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം? ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്ന മാസം ഡിസംബർ. ഡിസംബർ മാസത്തിലാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2015. 2015 ശുഭയാത്രാ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ശുഭയാത്രാ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ? ശുഭയാത്രാ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. മോഹൻലാലാണ് ശുഭയാത്രാ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. കുമാരനാശാൻ ഏതു വർഷമാണ് SNDP യോഗം പ്രസിഡന്റായത്? 1923. 1923 കുമാരനാശാൻ SNDP യോഗം പ്രസിഡന്റായത്. കുമാരനാശാൻ ജനിച്ച വർഷം? കുമാരനാശാൻ ജനിച്ച വർഷം 1873. 1873 കുമാരനാശാൻ ജനിച്ചത്. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്? കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത് തായാട്ട് ശങ്കരൻ. തായാട്ട് ശങ്കരനാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി എന്ന് വിശേഷിപ്പിച്ചത്. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്? കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. AR രാജരാജവർമ്മയാണ് കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്? കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് പൊയ്കയിൽ അപ്പച്ചൻ. പൊയ്കയിൽ അപ്പച്ചനാണ് കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത്? നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി.
കേരള കേസരിയായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായിരുന്നത്. നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര്? നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് നടരാജഗുരു. നടരാജഗുരുവാണ് നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്? പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ ബഹുമതി നൽകിയത്. പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് രൂപം നൽകിയ വർഷം? 1910. 1910 പണ്ഡിറ്റ് കറുപ്പൻ വാലസമുദായ പരിഷ്കരണ സഭയ്ക്ക് രൂപം നൽകിയത്. 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകൻ. 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത്? വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടാണ് 1968 കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നടത്തിയത്. ജാമ്പവതി കല്യാണം രചിച്ചത്? ജാമ്പവതി കല്യാണം രചിച്ചത് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായറാണ് ജാമ്പവതി കല്യാണം രചിച്ചത്. ജാതി നിർണയം രചിച്ചത്? ജാതി നിർണയം രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ജാതി നിർണയം രചിച്ചത്. നിർവൃതി പഞ്ചകം രചിച്ചത്? നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് നിർവൃതി പഞ്ചകം രചിച്ചത്. നിഴൽ തങ്ങൽ എന്നു പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്? അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠറാണ് നിഴൽ തങ്ങൽ എന്നു പേരുള്ള ആരാധനാലയങ്ങൾ സ്ഥാപിച്ചത്. നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു? നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് നീലകണ്ഠ തീർത്ഥപാദരുടെ ഗുരു. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്? കെ കണ്ണൻ മേനോൻ. കെ കണ്ണൻ മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്? കെ പരമപിള്ള. കെ പരമപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം? കറുകച്ചാൽ. കറുകച്ചാലിലാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി. നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്? സി കേശവൻ. സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നത്. സ്വാതന്ത്ര്യഗാഥ രചിച്ചത്? സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാൻ. കുമാരനാശാനാണ് സ്വാതന്ത്ര്യഗാഥ രചിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ GK ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.